ഹജ്ജാജ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്നെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആജ്ഞ കൊടുത്തു. ഹജ്ജാജിനെ പറ്റിയിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല നീതിയായ ഭരണം കാഴ്ചവെക്കണില്ല, ഓന് കള്ളഹംകാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വിവരം രാജാവ് അറിഞ്ഞിട്ട് പോലീസുകാരോട് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അനസ് ബിൻ മാലിക്കിനെ പിടിക്കണമെന്ന് ഹജ്ജാജ് ആജ്ഞ കൊടുത്തു പോലീസിന്. പോലീസ് ചുറ്റി നടന്ന് വീട്ടിൽ ചെന്ന് മുറ്റത്ത് കാലും നീട്ടി താനിരിക്കുന്നു. പറയുന്നതായി പോലീസ് വന്നനസോട്, കൽപ്പനയമീറിൽ നിന്നുമുണ്ടെന്നോട്, ക്ഷണം തന്നെ താങ്കളെ ഹാജരാക്കണമെന്ന്, അതുകൊണ്ട് വേഗം തന്നെ പോകണമെന്ന് നിങ്ങളോട് ഹജ്ജാജ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനെ പറഞ്ഞേക്കണം, നിങ്ങൾ ഹാജരാക്കണമെന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. മറ്റാരുമല്ല അമീർ ഹജ്ജാജാണത്, നേരിട്ട് എന്നോടുള്ള കൽപ്പനയാണിത് എന്ന് പോലീസ് പറഞ്ഞു. ഉടനെ തന്നെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അവരോട് കൂടെ നടന്നു. അങ്ങനെ ചെന്നിട്ട് സുബ്ഹാന റബ്ബി, ഹജ്ജാജവൻ മുന്നിൽ അതാ നിൽക്കുന്ന്, അനസാണോ നിങ്ങൾ എന്ന ചോദ്യം വന്ന്. അല്ല, നിങ്ങളാണോ ഈ അനസ് എന്ന് പറഞ്ഞ ആളുകളാണോ? എന്നെപ്പറ്റി നിങ്ങൾ എപ്പോഴും വിമർശിക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു, ശരിയാണോ ചോദിച്ചാൽ ശരിയാണ് പറഞ്ഞു. ശരി തന്നെയാണത്, ഞാൻ പറഞ്ഞത് തന്നെ, വിമർശിച്ചതും ഈ അനസ് തന്നെ നിന്നെ. നീതിയായ ഭരണം നടത്താത്തത് കൊണ്ട് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞിരുന്നു, അതാണ് പറയുന്നത്, വേറൊന്നുമല്ല. എനിക്കെങ്ങിനാ വിവരം ലഭിക്കൽ, ഭാവിയിൽ ഞാൻ നിന്നെ ഏറ്റവും നീചമായ തരത്തിലായി കൊല ചെയ്യുമെന്നപ്പോൾ അവൻ പറയുന്നതായി. അപ്പം എന്നാലേ ഒരു കാര്യം ചെയ്തോളൂ, എന്നെ വിമർശിക്കുന്ന ആളാണെങ്കിലെങ്കിൽ എന്നെ ഏറ്റവും നീചമായ രൂപത്തിൽ കൊലപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്താ പറയണ അറിയോ? എന്നാൽ ഇബാദത്ത് റബ്ബിനുള്ളത് നീക്കണം, അത് മുഴുവനും നിനക്കായി മാറ്റിമറിക്കണം. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളെ കണക്കായിട്ട് മാറ്റണം, എന്നാലേ ഇപ്പോൾ നടക്കുള്ള പരിപാടിയാണ് എന്ത് കൊല്ലൽ പരിപാടി. അപ്പോൾ അവൻ അനസോട് പറയുന്നെന്തടാ ഇതു പറയുവാൻ എന്നോട് ഇന്ന് ആരടാ, നീ ഇന്നാരടാ? അള്ളാൻ്റെ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലൊരിക്കൽ ഒരു ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആരോ ആ ദുആ സുബഹിക്ക് ശേഷം ഓതി, എന്നാൽ പിന്നെ ആർക്കും എതിർക്കാൻ സാധ്യമല്ല പൊന്നേ. സുബഹിക്ക് ശേഷം ഇന്ന് ഞാനത് ചെയ്തടാ, അതിനാൽ നിനക്കൊരു കഴിവും ഇന്നിൽ ഇല്ലടാ. അതുകൊണ്ട് എനിക്ക് അനക്ക് നിന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. എന്നും അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നൊരു ദുആ സുബഹിൻ്റെ ശേഷം ഓതലുണ്ട്. അത് നമ്മൾ ഓതലുണ്ട്, അത് ഏതാണെന്ന് ഇപ്പം ഞാൻ വെളിപ്പെടുത്തണില്ല, നമ്മൾ ഓതലുണ്ട്, അതുകൊണ്ട് ഇനി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. സുബഹിക്ക് ശേഷവും ഇന്ന് ഞാനത് ചെയ്തടാ, അതിനാൽ നിനക്കൊരു കഴിവും എന്നിൽ ഇല്ലടാ. ഹജ്ജാജ് ചോദിച്ച ദുആ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് യാചിച്ചന്ന്. ചലിക്കുന്ന കാലം നിന്റെ തടിയിൽ യന്ത്രവും ആർക്കും കൊടുക്കുകയില്ലടാ ഈ മന്ത്രവും. ഇനി ദയവ് ചെയ്ത് വിടുന്ന് പോകണമെന്ന് അനസ് ബിൻ മാലിക്കിനോടവൻ കരഞ്ഞന്ന്. പോലീസ് ഹജ്ജാജിൻ്റെ ചുറ്റും നിന്ന് പറയുന്ന മീറെ എന്ത് സംഭവിച്ചിന്ന്. കൊല്ലാൻ കൊടുന്ന ആൾ വിട്ടേക്കാണ് ഹജ്ജാജ്. അപ്പോൾ എന്താണ് പട്ടാളക്കാരൊക്കെ ആകാന്തം വിട്ടത്, എന്താ കഥ? അപ്പോൾ ഹജ്ജാജ് പറയണേ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോയിട്ട് പറയണേ, എന്തേ കൊല്ലാതെ വിട്ടയച്ച് ഹജ്ജാജ് രാജാവിനോട് പട്ടാളക്കാർ ചോദിച്ചപ്പോൾ പറയണേ, എന്താ പറഞ്ഞത്? അനസ് ബിൻ മാലിക്കിനുള്ള ചുമലിൽ 2 സിംഹങ്ങളും നിൽക്കുന്നതായി ഞാൻ കണ്ട്. സുബ്ഹാന റബ്ബി, വായ്
കൊന്നത് തന്നെ. ഞാൻ മിണ്ടിയാൽ മതി കൊന്നു തിന്നും എന്നെ. പേടിച്ച് ഞാനത് കൊണ്ട് വേഗമയച്ചതാ എന്നുള്ളതും ഹജ്ജാജ് തന്നെ പറഞ്ഞതാ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല തോളിൽ 2 സിംഹങ്ങൾ, എന്തെങ്കിലും ഹജ്ജാസ് മിണ്ടിയ അപ്പ കുത്തിച്ച് ചാടുന്നവർ. ആ രൂപത്തിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു എല്ലാം കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ദുആ ചെയ്തത് കാരണം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജിനല്ല ആർക്കും ലോകം മുഴുവൻ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ദുആ. അത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞുതരാത്തത്. സുബഹി നിസ്കരിക്കണ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്.